ഒരു രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ സ്വാധീനിക്കാൻ ശേഷിയുള്ളവരാണ് അവിടുത്തെ ശതകോടീശ്വരന്മാർ. ഇത്തരത്തിലുള്ള വ്യക്തികളുടെ എണ്ണം കൂടുകയാണെങ്കിൽ ആ രാജ്യം അല്ലെങ്കിൽ ആ നഗരം ഏറ്റവും സമ്പന്നമാകും. നിലവിൽ ലോകത്തിൽ ശതകോടീശ്വരന്മാർ ഏറ്റവും അധികമുള്ളത് ചൈനയുടെ തലസ്ഥാനമായ ബീജിംഗിലാണ്. എന്നാൽ ചൈനീസ് നഗരത്തെ പോലും വെല്ലാൻ കഴിവുള്ള ഒരു നഗരമായി മാറിയിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ മുംബൈ. അങ്ങനെയാണ് ഹൂറൂൺ ഗവേഷണം പറയുന്നത്. ഹൂറൂൺ റിസർച്ചിൻ്റെ 2024 റീച്ച് ലിസ്റ്റ് പ്രകാരം ചൈനയിൽ 814 ശതകോടീശ്വരന്മാരുണ്ട്. ഇന്ത്യയിൽ 271 പേരാണുള്ളത്. എന്നാൽ ബീജിംഗിൽ 91 പേരും മുംബൈയിൽ 92 പേരുമാണ്. ഒരാളുടെ വ്യത്യാസത്തിലാണ് മുംബൈ മുന്നിൽ എത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരുടെ ആകെ സമ്പത്ത് $1 ട്രില്യൺ. ചൈനയിലെ ശതകോടീശ്വരന്മാരുടെ ശരാശരി സമ്പത്ത് 3.2 മുതൽ 3.8 ബില്യൺ വരെയാണ്. ഒരു വർഷത്തിനിടെ ഇന്ത്യ 94 പുതിയ ശതകോടീശ്വരന്മാരെ കൂടി ചേർത്തു. ചൈന പുതുതായി 55 ശതകോടീശ്വരന്മാരെയാണ് ചേർത്തിരിക്കുന്നത്. ഇതോടെ ഈ വർഷം ഏറ്റവും അധികം ശതകോടീശ്വരന്മാരെ ചേർത്ത ലോകത്തെ രണ്ടാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ടെലികോം, ഊർജം തുടങ്ങിയ പരമ്പരാഗത മേഖലകളിൽ മാത്രം നിക്ഷേപിക്കാതെ വളർന്നു വരുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റാർട്ടപ്പുകളിൽ താൽപ്പര്യം കാണിച്ചതാണ് മുംബൈയിലെ ശതകോടീശ്വരന്മാരുടെ സമ്പത്ത് വളരെ വേഗം കൂടാനുള്ള പ്രധാന കാരണം. യുവജനങ്ങൾ, സാങ്കേതിക വിദഗ്ധർ, പുതിയ ആശയമുള്ളവർ തുടങ്ങിയവരുടെയൊക്കെ എണ്ണത്തിലുണ്ടായ വർധനവിലൂടെ AI വിപ്ലവത്തെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ഇന്ത്യക്ക് സാധിച്ചു. വരും വർഷങ്ങളിലും കൂടുതൽ ശതകോടീശ്വരന്മാരെ സൃഷ്ടിക്കാൻ നമ്മുടെ രാജ്യത്തിന് സാധിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. മുംബൈയിൽ നിലവിലുള്ള ശതകോടീശ്വരന്മാരുടെ ആസ്തി മുൻ വർഷത്തേക്കാൾ 47% വർദ്ധിച്ചു $445 ബില്യൺ മാറി. ബീജിംഗിന് 28% ഇടിവാണുണ്ടായത്. ആഗോള സമ്പദ് വർധനയിൽ ഇന്ത്യയുടെ, പ്രത്യേകിച്ച് മുംബൈ നഗരത്തിൻ്റെ ഉയർച്ച ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ അധ്യായം സൃഷ്ടിച്ചിരിക്കുകയാണ്. ശക്തമായ സ്റ്റോക്ക് മാർക്കറ്റുകളും നിക്ഷേപകരുടെ ആത്മവിശ്വാസവും ഏറിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് അവസരങ്ങളുമാണ് ഇന്ത്യയുടെ ശക്തമായ സാമ്പത്തിക വർധനയ്ക്ക് പിന്നിലെ ഘടകങ്ങൾ. പല നഗരങ്ങളെയും പിന്തള്ളി ഭാവിയിലെ ഏറ്റവും അധികം സമ്പത്തുള്ള രാജ്യമായി മാറാൻ ഇന്ത്യക്ക് സാധിക്കും. ഇലക്ട്രിക് വാഹനങ്ങൾ, ബഹിരാകാശ സാങ്കേതിക വിദ്യ, AI തുടങ്ങിയവയിൽ വിപ്ലവകരമായ കുതിപ്പുണ്ടാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. അടുത്ത ദശകം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയ ഉയർച്ചയാണ് ഉണ്ടാകാൻ പോകുന്നത്.